ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നതാണ്. എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒരു ദൃഢനിശ്ചയം സ്ട്രോങ് വിൽ ഉള്ളത് അവിടെ അതിനുള്ള മാർഗവുമുണ്ട്. ഉദാഹരണത്തിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥി വിചാരിക്കുകയാണ്, ഈ പേപ്പർ ഇത്തവണ ഞാൻ എഴുതിയെടുക്കും, ഞാൻ പാസ്സാവുക തന്നെ ചെയ്യും എന്നൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ആ കുട്ടി അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും, വിജയം കൈവരിക്കുകയും ചെയ്യും. ഇതുപോലെ പണ്ട് മുതലേ നമ്മളെല്ലാം ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് എബ്രഹാം ലിങ്കന്റെ ജീവചരിത്രം അല്ലെ. അട്ടർ ദാരിദ്ര്യം, പോവർട്ടിയിലായിരുന്ന അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ പഠിച്ചു. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് പഠിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് പഠിച്ച് വലിയൊരു അഡ്വക്കേറ്റായി സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു. പക്ഷെ അതൊന്നും കൊണ്ട് എബ്രഹാം ലിങ്കൻ സാറ്റിസ്ഫൈഡ് ആയില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം അന്ന് അമേരിക്കയിൽ കൊടികുത്തി വാണിരുന്ന അടിമത്തം, സ്ലേവറി അബോളിഷ് ചെയ്യുക എന്നതായിരുന്നു. അതിന് വെറുമൊരു അഡ്വക്കേറ്റിന് സാധ്യമല്ലല്ലോ, അതിന് പവർ തന്നെ വേണം. അതുകൊണ്ട് അദ്ദേഹം പലവട്ടം ഇലക്ഷനിൽ നിന്നു. ഒടുവിൽ അമേരിക്കയുടെ 16ാം പ്രസിഡന്റായി ഇലക്ട് ചെയ്യപ്പെട്ടു. 16th പ്രസിഡന്റ് ഓഫ് അമേരിക്ക. അദ്ദേഹം അമേരിക്കയിൽ നിന്നും സ്ലേവറി അബോളിഷ് ചെയ്തു. ഇവിടെയാണ് ദൃഢനിശ്ചയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾ എത്ര തന്നെ നെഗറ്റീവ് ആയിക്കോട്ടെ, നമുക്കൊരു സ്ട്രോങ് വില്ലുണ്ടെങ്കിൽ നമ്മളത് അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.